പ്രണയമാണെന്ന് ചോദിച്ചാൽ ഒരു 1-2 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിലേക്ക് വരുന്നവരെല്ലാം കൃത്യമായ ലക്ഷ്യത്തിലാണ് വരുന്നത്. അന്നത്തെ തലമുറയിലുള്ള ഓരോരുത്തർക്കും വലിയ കോൺട്രിബ്യൂഷനും വലിയ ത്യാഗവും കഷ്ടപ്പാടും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അട്രോസിറ്റീസ് ഇന്നുള്ളതിൻ്റെ എത്രയോ വലുതാണ്. ക്യാമ്പസിൻ്റെ മുമ്പിൽ സമാധാനമായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അടി ഉറപ്പാണ്. ഈ രാഷ്ട്രീയ തിരക്കിനിടയിൽ എപ്പോഴാണ് വടക്കഞ്ചി ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി? വിവാഹം ഞങ്ങളീ പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ ഒരിക്കൽ കണ്ടുമുട്ടി. പുള്ളിക്കാരത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമായിരുന്നു. പ്രണയമായിരുന്നു? പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയമുണ്ട്, അറേഞ്ച്മെൻ്റും ഉണ്ട്, എല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു യാത്രയിൽ പുള്ളിക്കാരത്തിൻ്റെ പിന്നെ UPSCയുടെ ഇൻ്റർവ്യൂവിന് പോകുമായിരുന്നു ഡൽഹിയിൽ. അപ്പം ഞങ്ങളിങ്ങനെ കണ്ടു പരിചയപ്പെട്ടപ്പോൾ നാട്ടുകാരാണെന്ന് പറഞ്ഞു, ഗായികയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 3 ദിവസത്തെ യാത്രയാണല്ലോ. ടിക്കറ്റൊന്നും ട്രെയിനിലൊന്നും എന്നാൽ എന്തോ ഞങ്ങൾ ദേശീയ സമ്മേളനത്തിന് പോയി യൂത്ത് കോൺഗ്രസിൻ്റെ. ഒരുത്തിനും ടിക്കറ്റ് ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഉണ്ടെന്ന്. ബാക്കിയുള്ളവനൊക്കെ പലതും ഇടിച്ച് കയറിയിരിക്കുന്നവരാണ് ട്രെയിനിൽ. അന്നത്തെ കാലമല്ലേ, വിവരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം പരിചയപ്പെട്ട് പിന്നെ ഇവിടെ വന്ന് നാട്ടിൽ വന്നപ്പോഴും ഈ പരിചയം ഞങ്ങൾ പിന്നെ പുതുക്കി. അപ്പോൾ പുള്ളിക്കാരത്ത് അന്ന് ജോലി ചെയ്യുന്നുണ്ട്, വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നെ പരിചയപ്പെട്ടു. പിന്നെ വീട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ പുള്ളിക്കാരത്ത് സംസാരിച്ചു, പിന്നെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ, മനസ്സിന് കൊള്ളാൻ ഒരു അടുപ്പം തോന്നി. അപ്പം ഞങ്ങൾ ആലോചിച്ചു, കല്യാണം നടത്തി. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രണയമാണെന്ന് ചോദിച്ചാൽ ഒരു 1-2 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മക്കളൊക്കെ മക്കൾ 2 പെൺകുട്ടികളാണ്. അത് മൂത്തവള് കാനഡയിലാണ്, അവിടെ പിന്നെ ബാങ്കിലാണ്. ഇളയവളോട് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മൂത്തവള് ശ്രുതി, ഇളയവള് ലയ. ഓക്കെ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിൽ ഈ ഇത്ര തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നല്ലോ. അപ്പോൾ ഇതിനിടയിൽ കുടുംബക്കാർക്ക് പരാതി ഉണ്ടായിരുന്നോ? അതായത് ജനിച്ച ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ? ഭാര്യയ്ക്കും കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ വൈഫ് പിന്നെ നമ്മള് ജോലി ഉണ്ടല്ലോ, പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു വർക്ക് ചെയ്യുന്നു. അപ്പം പിന്നെ കുട്ടികളും ആ കൂട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് അവരങ്ങ് കൂട്ടത്തിൽ വളർന്നു. നമ്മൾ പിന്നെ വീട്ടിലെത്തും. നല്ല അത്യാവശ്യം പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ ശ്രദ്ധിക്കും നമ്മൾ, വീട്ടിലെ കാര്യം കുട്ടികളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുവായിരുന്നു. എന്നാലും അങ്ങനെ പരാതിയൊന്നുമില്ല. പുള്ളിക്കാരത്തിന്റെ ലോകമുണ്ടല്ലോ, ആക്റ്റീവ് ആണല്ലോ. സംഗീതമല്ല, ആകാശവാണിയിലെ ജോലിയായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ ജോലിയുണ്ട്, കൂട്ടത്തിൽ സൈഡായിട്ട് സംഗീതമുണ്ട്. പുള്ളിക്കാരത്തി വളരെ ആക്റ്റീവാണ്. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ ഫീൽഡിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ലല്ലോ ഞങ്ങളുടെ തമ്മില്. കുട്ടികൾക്ക് ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നോ? കുട്ടികൾക്ക്, പെൺകുട്ടികളല്ല, അവർക്ക് അങ്ങനെ രാഷ്ട്രീയം അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളത്. രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, അവർക്ക് പാട്ടിനോടെ കുറച്ചുകൂടെ താല്പര്യം. താല്പര്യമായിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്തെ വാർത്തകൾ, ഇന്നിപ്പോൾ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ നമുക്കൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വാട്സാപ്പിൽ ഇട്ടാലോ, അതല്ലെങ്കിൽ അപ്പോഴെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ വാർത്തയായി ചാനലുകളായി വാർത്തകൾ അങ്ങ് പോവുകയാണ്. 1 സെക്കൻഡ് മതി. അപ്പോൾ നമ്മളൊരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിന് ഇടയ്ക്കുന്ന് നമ്മളൊരു മെസ്സേജ് അങ്ങ് അയച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ നടക്കുന്ന കാര്യം അപ്പോൾ തന്നെ ഫ്ലാഷ് വരിക. ഇപ്പോൾ പലരും ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഒരുപാട് ആക്ഷേപമൊക്കെ നമ്മുടെ പേരിലൊക്കെ വരാറുണ്ടായിരുന്നതാണ്. വഴക്കന്നെ അവിടെ വാർത്ത കൊടുത്തു, ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ഒരു സംവിധാനത്തിൻ്റെ പ്രധാന ആളുകളായിട്ട് നിന്നിരുന്നുകൊണ്ട് ഞാൻ യോഗത്തിലിരുന്നൊന്നും കൊടുത്തിട്ടില്ല. വാർത്തയൊക്കെ വേറെ കൊടുത്തിട്ടുണ്ടാകാം, പക്ഷെ യോഗത്തിലിരുന്നൊന്നും ഞാൻ ഈ കൊടുക്കുന്ന അതേപടി അയക്കുന്ന പരിപാടിയൊന്നും നമ്മളൊരിക്കലും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഞാൻ KSUവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അപ്പം നമ്മൾ എല്ലാ ജില്ലകളിലും പോയിട്ട് വിസിറ്റ് ഉണ്ട്, കോളേജുകൾ. ഇപ്പോൾ KSU പ്രസിഡന്റ് ചെല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യൂണിറ്റുകളെന്ന് വലിയ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളും സ്വീകരണങ്ങളും പരിപാടികളൊക്കെ വെച്ച് വലിയ മീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി എല്ലാം നമുക്കറിയാമല്ലോ, ഇന്നത്തെ സെക്കൻഡ് ക്ലാസ്സിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. അല്ലാണ്ട് AC ഫസ്റ്റ് ക്ലാസ് ഒന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമുക്കതിനെക്കുറിച്ച് സ്വപ്നം കാണാനേ പറ്റിയിട്ടുള്ളൂ. ഞാൻ പിന്നീട് MPമാരുടെ ഒക്കെ കൂട്ടത്തിൽ കമ്പാനിയനായിട്ടാണ് AC-യിലൊക്കെ ആദ്യം കയറുന്നത് തന്നെ. നമ്മളല്ലാതെ സെക്കൻഡ് ക്ലാസ്സിലെ ചെറിയ തുകയ്ക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ നിന്നുണ്ടെന്ന് കൊടുക്കേണ്ട വാർത്തയെക്കുറിച്ച് ആലോചിച്ച് പോകും. അവിടെ ചെന്ന് നമ്മൾ വാർത്തയുടെ കടലാസ് നമ്മൾ ട്രെയിനിൽ തന്നെയൊക്കെ എഴുതിക്കൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആരെങ്കിലും പിള്ളേർ കാണും, അപ്പോൾ അവരുടെ കയ്യിൽ ഇത് കൊടുക്കും. അവരത് കാർബൺ വെച്ച് എഴുതും. കാർബൺ വെച്ച് എഴുതിയിട്ട് അതിൻ്റെ കോപ്പി കൊണ്ടുപോയി പത്രങ്ങളിൽ നേരിട്ട് കൊടുക്കും. കോളേജുകളിലൊക്കെ മീറ്റിംഗ് വെച്ചാൽ രാവിലെ ഒരു മീറ്റിംഗ്, ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ്, വൈകിട്ട് ഇങ്ങനെ 3 മീറ്റിങ്ങേ നടക്കത്തുള്ളൂ, 3 ഇടവേളകളിൽ. ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ചിലപ്പം പത്ര ഓഫീസിൽ നേരിട്ട് പോകും, അവരോട്ടൊക്കെ സംസാരിക്കും, വാർത്തയെക്കുറിച്ച് സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വരുന്നത്.
അന്നത്തെ കാലത്ത് വാർത്ത എഴുതുക എന്ന് പറയാൻ പറഞ്ഞില്ല, കാർബൺ പേപ്പർ വെച്ചാൽ എഴുതാൻ പറ്റുള്ളായിരുന്നു. അന്നൊരു പത്രത്തിലൊരു വാർത്ത വരണമെങ്കിൽ, നമ്മളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ടൊരു വാർത്ത വരണമെങ്കിൽ നമ്മൾ ഈ കാർബൺ പേപ്പർ വെച്ച് എഴുതി കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്കൊരു ഫോട്ടോ വരണമെങ്കിൽ ഇപ്പം മനോരമ പോലെയുള്ള മെയിൻ പത്രങ്ങൾ ഒഴിച്ച്, മാതൃഭൂമിയൊക്കെ ഒഴിച്ച് ബാക്കി ഏത് പത്രങ്ങൾക്കും നമുക്ക് ഇപ്പം 2 കോളം വാർത്തയാണെങ്കിൽ 2 കോളത്തിനുള്ളൊരു പിന്നെ ഒരു ഫോട്ടോയും ഒരു ബ്ലോക്ക് ഉണ്ടാക്കണം, ബ്ലോക്ക് നിർമ്മിക്കാൻ കൊടുക്കണം. ഈ ഫോട്ടോ വെച്ചിട്ട് ലിഡിലും കണ്ടാണെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു തടിയേൽ തടിച്ച് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി തരും. ഈ ബ്ലോക്കും വാർത്തയും കൂടെ ഒന്നിച്ചു ഉണ്ടാക്കി കൊടുത്താലേ പത്രത്തിൽ വരുള്ളൂ, ചെറിയ പത്രങ്ങളിലൊക്കെ. കാരണം അവർക്ക് വേറെ ബ്ലോക്ക് എടുക്കാനുള്ള നിവൃത്തിയില്ല, അച്ചടത്താനുള്ള സൗകര്യങ്ങളില്ല, അവർക്കതിന് നിവൃത്തിയില്ല. അവർക്കുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനുള്ളതല്ലാതെ നമ്മുടെ ഒന്നും ഫോട്ടോയൊന്നും ഈ അച്ചുതലത്തി ഈ തടി കഷ്ണത്തിൽ ഇത് അടിച്ചുകൊണ്ടേ വെക്കാനൊന്നും അവർക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അവര് ഈ ബ്ലോക്കും കൊണ്ട് വന്നാൽ ഇടാമെന്ന് പറയും. അപ്പം നമ്മൾ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോയുടെ കാര്യം പറയും. ഫോട്ടോ ഇപ്പം നമ്മൾ നാട്ടിലിപ്പോൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് ഒരു ഫോട്ടോ നാട്ടിലെ ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിക്കുന്നു. അവൻ ഈ ഇതിലാണ് എടുക്കുന്നത്, നമ്മുടെ പിന്നെ ഫിലിം ഇട്ടിട്ട് എടുക്കുക, അതിൻ്റെ റീലാണല്ലോ. ഇവൻ ആദ്യമേ അവൻ്റെ ഒരു റീൽ ഇട്ടിട്ട് ആദ്യത്തെ നമ്മുടെ എടുത്തതെങ്കിൽ ആ റീല് മുഴുവൻ തീരുന്നോളം വരെ ഇവൻ ഫോട്ടോ നമുക്ക് തരത്തില്ല. അവൻ പിന്നെ വേറെ പല ഓർഡറും പിടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഒരു റീല് തീർന്നു കഴിയുമ്പോഴേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. ഓപ്പൺ ചെയ്ത് ഇത് കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഫോട്ടോ ആദ്യത്തേതാണെങ്കിൽ മുറിച്ച് തരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അവന് വർക്കൊന്നും കിട്ടില്ല, ചിലപ്പോൾ 1 മാസമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വാർത്ത കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നത്, ഈ ഫോട്ടോ കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ഡിലേ വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ ഡിജിറ്റലല്ലേ, ഇപ്പോഴത്തെ അതിനെക്കുറിച്ചൊക്കെ എന്തോ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായത്, ഒരുപാട് വലിയ ചേഞ്ച് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഈ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും ഇല്ലല്ലോ അന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് റൈറ്റർ കടലാസയിൽ അടിച്ച്, പിന്നെ അതും പല കോപ്പി അടിക്കാൻ പറ്റത്തില്ലല്ലോ, ഫോട്ടോസ്റ്റാറ്റ് ഒന്നും ഇല്ലല്ലോ. അതിന് സൈക്ലോ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സാധനം, അതിലും കാർബൺ വെക്കാമായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലും കാർബൺ വെച്ചടിക്കാത്ത, ആ കാർബൺ വെച്ചോണ്ട് കോപ്പി അടിക്കാം 2-3. അത് നമ്മൾ എഴുതുന്നതിന് പറയാനായിട്ട് കോപ്പി വെച്ചടിക്കാം. അത് 2-3 കൂടുതൽ തെളിയല. ഈ 5-8 കോപ്പി വേണമെങ്കിൽ പറ്റത്തില്ല. 2-3 തെളിയത്തുള്ളൂ, ബാക്കിയൊക്കെ തെളിയാതെ വരും. പിന്നെ സൈക്ലോ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സാധനം വരുമായിരുന്നു. അത് ഈ ടൈപ്പ് ചെയ്യുന്ന സാധനം കൊണ്ട് ഇതിൻ്റെ അകത്തെ മുറിയാണ്, പേപ്പർ മുറിച്ചിട്ട് അത് വേറൊരു ഈ റബ്ബർ മെഷീൻ പോലെ ഒരു സാധനത്തിലോട്ട് വെച്ചിട്ട് പിന്നെ കറക്കുമ്പം കോപ്പികൾ കിട്ടും, സൈക്ലോ സ്റ്റൈൽ. അപ്പം അത് വന്നത് പിന്നീട് അതൊക്കെ ചില സ്ഥലത്തേതുള്ളൂ. ഇത് ടൈപ്പ് ചെയ്യിപ്പിച്ചിട്ട് സൈക്ലോ സ്റ്റൈൽ മെഷീനിൽ കൊണ്ടുപോയിട്ട് കോപ്പി കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പിന്നെ ഇത് വരാൻ തുടങ്ങിയത്, നമ്മുടെ പിന്നെ ഫോട്ടോസ്റ്റാറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ പിന്നെ ഇലക്ട്രോണിക് മെഷീൻ, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് വന്നു. അപ്പം കുറച്ചുകൂടെ വൃത്തിയാകാൻ തുടങ്ങി ടൈപ്പ് റൈറ്റിങ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ DTP മറ്റു സാധനങ്ങൾ ക്ലാരിറ്റി വന്ന് ഇതെല്ലാം എന്തോ ഒരു വലിയ ചേഞ്ചാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളത്. അന്നൊരു വാർത്ത വരുത്താൻ എന്തൊരു വലിയ പാടായിരുന്നു. ഇതുപോലുള്ള മാർക്കറ്റിംഗ് വല്ലതും ഉണ്ടോ? നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ മലയാള മനോരമയോ ദേവിയോ അന്നത്തെ കാലത്തെ പ്രധാന മാതൃഭൂമിയോ ആരെങ്കിലുമൊക്കെ എഴുതിയാലല്ലേ നമ്മളെക്കുറിച്ച് വല്ല ലോകത്ത് അറിയുള്ളൂ. അതുമൊക്കെ ഒരു ചെറിയൊരു വരേണ്യവർഗത്തിന് മാത്രമാണ് അതിനുള്ളൊരു സൗകര്യം കിട്ടിയിരുന്നത്, ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വരാനെന്ന്. ഇപ്പം വാർത്തകൾ അങ്ങനെ ഒരെണ്ണം അടിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ സംഭവം. അതുപോലെ ആകാശവാണിയിൽ നമ്മുടെ ഒരു പേര് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊക്കെ അപൂർവമായിട്ടേ ആളുകൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മാറ്റം ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ ആഗ്രഹം. ഇപ്പം AI കൂടെ വന്ന സാഹചര്യത്തിൽ എന്താ സത്യം എന്താണ് മിഥ്യ തിരിച്ചറിയാൻ മേലാത്തൊരു കാലത്താണ് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിലേക്ക് വരുന്നവരെല്ലാം കൃത്യമായ ലക്ഷ്യത്തിലാണ് വരുന്നത്. അവര് നല്ലൊരു പങ്കും MLA ആകണം, മന്ത്രിയാകണം. സംഘടനയോടുള്ള ആത്മാർത്ഥമുണ്ടെന്നല്ല, സംഘടനയുടെ ആത്മാർത്ഥമുള്ള ഒരുപാട് പാവങ്ങളുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരും നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. അതാണ് എല്ലാവരും ഇതാണ്. പിന്നെ ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ ഇതില്ലാത്തവർക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. ഈ ഞങ്ങളുടെ ഈ പ്രായമുള്ള ആളുകൾക്ക് പോലും ചില ആളുകളൊക്കെ തത്തിയും കൊത്തിയൊക്കെ ഇതിനകത്ത് അടിച്ചും പിടിച്ചും ഒക്കെ എപ്പോഴും ആളുകൾ നിൽക്കുന്നത്, അല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഒരാളിഞ്ഞ വരുന്നതോടുകൂടി ഇവനങ്ങ് അടിച്ചു കയറ്റി ഇതാ പുലി വരുന്നു ഇതാന്നുള്ള നിലയിലല്ലേ ഞാൻ പറയുന്നത്. ഇതൊന്നും പലതും പല ആളുകളും ഒരു അധ്വാനവും നടത്താതെയാണ് ഇത് എഴുതുന്നത്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒരു അധ്വാനവും നടത്താതെ ഈ നല്ല
എല്ലാവരുടെയും കൂടെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ ഉണ്ട്. നന്നായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്ത് കണ്ടന്റ് റൈറ്റേഴ്സ് വേണം. ആ കണ്ടന്റ് റൈറ്റേഴ്സ് എഴുതി നേരെ ഫേസ്ബുക്കിൽ ഇടുക, ആളുകളെ അമാനുഷ്യരാക്കി മാറ്റുകയാണ്. പിന്നെ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവരും പണം ഉണ്ടവനൊക്കെ PR ഏജൻസിയും കൊണ്ട് വെക്കും. അവരാണ് നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്യണം, നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അവർ നമ്മളെ പ്രസൻറ്റ് ചെയ്യുക, നമ്മളെ മഹാനാക്കി മാറ്റുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങി അധികം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ അവർ നോക്കുന്നത്. കാരണം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ പലരും പിന്നെ എക്സ്പോസ്ഡ് ആയി പോകും. അതുകൊണ്ട് പ്രത്യക്ഷപ്പെടാതെ ഇരുന്നിട്ട് ഇതിലൂടെ മാത്രം ആളെ കണ്ടാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡുള്ളവരും ഉണ്ട്. ഇതൊന്നും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, അങ്ങനെയുള്ള ആളുകളും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വേറൊരു കാര്യം, ഇപ്പം നമുക്ക് എതിരാളികളായി വരുന്നു, അല്ലെങ്കിൽ എനിക്ക് നാളെ ഇന്നതാവണം, അവൻ ഇന്ന ആളുകളൊക്കെ എതിരാകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകളെ, അവരുടെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളതാ. ഞാനിപ്പോൾ AK-നെ കുറിച്ചൊക്കെ ചില ആളുകളൊക്കെ എഴുതുമ്പോൾ ഞാൻ ഒരിക്കൽ പലതവണ ഞാൻ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങേരൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് തൊടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒന്ന് തൊടാൻ. കാരണം AK ആന്റണി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ എല്ലാ സമുദായ സംഘടനകളെയും വെല്ലുവിളിച്ച് കേരളത്തിലെ ഒരു തലമുറയെ ത്രസിപ്പിച്ച ആളാണ്. അന്ന് KSU അന്നത്തെ ക്യാമ്പസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AK ആന്റണി എന്ന് പറഞ്ഞ ഒരു ആവേശമായിരുന്നു. ആ മനുഷ്യനൊക്കെ 82 വയസ്സായിപ്പോഴത്തേക്കും എല്ലാത്തിനും പരമ പുച്ഛമാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നവരൊക്കെ ഇതൊക്കെ KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പല ആളുകളും ഇപ്പോഴായിരിക്കും എന്തായിരുന്നു KSU, എങ്ങനെയാണ് KSU ഉണ്ടായിരുന്നു. അല്ല അത് പിന്നെ ഞാൻ പറയാം, ഇതൊന്നും പലതും KSU ഇതൊക്കെ ഫേക്ക് ആയിക്കോളും മറ്റു പാർട്ടിക്കാരാണോ എന്ന് എനിക്ക് സംശയമാണ് ഇത് എഴുതുന്നത്. എന്തായാലും ഈ നാട്ടിലുള്ളവരൊന്നും ആയിരിക്കാൻ വഴിയൊന്നുമില്ല. എന്തൊരു ഓരോ വ്യക്തികൾ, ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞ, ഓരോരുത്തരും അന്നത്തെ തലമുറയിലുള്ള ഓരോരുത്തർക്കും വലിയ കോൺട്രിബ്യൂഷനും വലിയ ത്യാഗവും കഷ്ടപ്പാടും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അട്രോസിറ്റീസ് ഇന്നുള്ളതിൻ്റെ എത്രയോ വലുതാ. കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ക്യാമ്പസിൻ്റെ മുമ്പിൽ സമാധാനമായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അടി ഉറപ്പാ. എല്ലാ ക്യാമ്പസിലും സംഘടനമായിരുന്നു എപ്പോഴും. നമ്മുടെയൊക്കെ അവിടെ കേരള കോൺഗ്രസ്സുകാരായിരുന്നു വലിയ ശല്യം ഒരു കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മധ്യ കേരളത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ SFIയും CITയും ഗുണ്ടകളും ഒക്കെ ആയിട്ടുള്ള ഏർപ്പാടുകൾ. എന്നും ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ആളുകളും. ഇപ്പോൾ ഈയിടെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, ഞങ്ങളെ അങ്ങനെ തല്ലൊന്നും കൊണ്ടിട്ടില്ല. അത് നേതാവിൻ്റെ കാര്യമായിരിക്കും നേതാവ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ, പുള്ളിയെ ശരിയാണ്, പുള്ളിയുടെ കാര്യം കറക്റ്റാണ്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും തല്ലുകൊണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളുടെ. അല്ല, പണ്ടൊക്കെ KSUവിൻ്റെ ക്യാമ്പസുകളിലൊന്നും കൊടി ഉയർത്താൻ പോലും സാധിക്കാത്ത പോലീസിൻ്റെ മർദ്ദനത്തെക്കുറിച്ചൊന്നും പഴയ കാലത്തൊന്നും ഏത് സമരം നടക്കുന്നത്, പ്രത്യേകിച്ച് കോസിലാണല്ലോ സമരം നടക്കുന്നത്. സമരം നടത്തുന്ന ഒരു KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒന്നൊരു നേതാവിനെയും ഒരു പോലീസ് വന്ന് തല്ലിയല്ല, തല്ലാൻ ധൈര്യം വരികയില്ല. അതിൻ്റെ റിയാക്ഷൻ വളരെ വലുതായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും തല്ലത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ അതിനെക്കുറിച്ചില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിന്നെ എനിക്കത് പിന്നെ ഈ നമ്മൾ ന്യായമായിട്ടുള്ളൊരു കാര്യത്തിന് നമ്മളൊരു കോസിന് വേണ്ടി നമ്മൾ സമരം നടത്തുക. ആ സമരം നടത്തുമ്പം നമ്മളെ പോലീസിനെ മറിച്ച് പോലീസ് നമ്മുടെ അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യണം. അവർക്കെതിരെ നമ്മൾ സ്റ്റാൻഡ് എടുക്കണം. അതൊക്കെ വേറെ കാര്യം. നമ്മൾ പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളെ അല്ല ഇത് കാണുന്നുള്ളൂ, ജനങ്ങൾക്കും കൂടെ ബോധ്യപ്പെടണം. അതായത് അന്നത്തെ KSU സമരങ്ങളൊക്കെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഉള്ള സമരങ്ങളായിരുന്നു. അക്സെപ്റ്റൻസ് ഉള്ള, ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും ഓരോ കോസ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട അക്സെപ്റ്റൻസ്, ആളുകൾ അംഗീകരിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക. KSU സമരത്തിൻ്റെ റിസൾട്ടിന്, ആ റിസൾട്ട് പറഞ്ഞാൽ എന്നെയും ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വണ്ടിക്ക് ബസ് ചാർജ് കൂട്ടിയാൽ എന്നെ വീട്ടിൽ നിന്ന് വിടാൻ എന്നെ നിവൃത്തിയില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഇവിടുത്തെ നിർത്തിക്കോളാനേ പറയുള്ളൂ. അപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ബസ് ചാർജ് കൂട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കൺസെഷൻ കൂട്ടുന്നില്ല, എൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ കൂടെ ബാധിക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ. ഇപ്പോൾ ഭക്ഷ്യസമരം അന്ന് KSUവിൻ്റെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓണത്തിനൊരു നെല്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ എല്ലാ കുട്ടികളുടെയും കയ്യിൽ നെൽവിത്തും വളവും കൂടെ കൊടുത്തു വിട്ടിട്ട് വീട്ടിൽ നമ്മൾ പിന്നെ കൃഷി ചെയ്യുന്നതൊക്കെ, അതൊക്കെ വളരെ വലിയ മാതൃകാപരമായ വലിയ പരിപാടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന പരിപാടിയാണ്. ഞാൻ സത്യത്തിൽ KSU ആദ്യം തുടങ്ങുന്ന യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കുമ്പം അന്ന് കോട്ടയത്ത് T. ജോസഫ് എന്ന് പറയുന്ന ആൾ അന്ന് ജില്ലാ യൂത്ത് KSU പ്രസിഡന്റ്, പുള്ളിയാണ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ വിത്തും വളവും കൊണ്ടു തരുന്നത്. എന്നിട്ടാണ് ആദ്യം യൂണിറ്റ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമ്മളതിൻ്റെ കൃഷി ചെയ്യുന്നു, അത് പിന്നെ വിളവെടുക്കുന്ന എല്ലാം വലിയ സന്തോഷമുള്ളൊരു കാലമല്ലേ ഇന്നത്തെ കാലത്ത്. വലിയ കേരളം മുഴുവൻ വലിയ ഉത്സവമായിരുന്നു അതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ളതാണ് KSU എന്നൊക്കെ പറഞ്ഞാൽ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചലനം സൃഷ്ടിച്ചിട്ടുള്ള സംഘടന എന്ന് പറഞ്ഞാൽ KSU യൂത്ത് കോൺഗ്രസ്, യാതൊരു സംശയവും. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലേക്ക് പോയ സംസ്ഥാനമായത്. അതിനെ തിരിച്ചു പിടിച്ച് കേരളത്തിലെ യൂത്തിനെ KSUവിനെ പോലെ കോൺഗ്രസിനൊപ്പം നിർത്തിച്ചിട്ടുള്ളത് KSU യൂത്ത് കോൺഗ്രസ്സാണ്. ഉമ്മൻചാണ്ടിയുടെയും AK-ൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും വയലാർ രവിയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത 1969കളിൽ അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു പുരോഗമന നയം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് അത്ര എളുപ്പം അവർക്ക് കിട്ടിയത്. അതൊക്കെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്, സംശയമൊന്നുള്ള കാര്യമല്ല.